എല്ലാവർക്കും തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് മോദി പറ്റിച്ചു. അതുപോലെ തന്നെ രാജ്യത്തെ തൊഴിലുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ത്യയിലെ പ്രതിമാസ വരുമാനം അവികസിത രാജ്യങ്ങളായ പാകിസ്ഥാൻ, നൈജീരിയ എന്നീ രാജ്യങ്ങളെക്കാൾ താഴെയാണെന്ന് ആഗോള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് എല്ലുമുറിയെ പണിയെടുക്കുന്നവന് അവൻ അർഹമായ വേതനം നിഷേധിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. വെലോസിറ്റി ഗ്ലോബൽ 2024 റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് ഉയർത്തിക്കാണിച്ച BJP സർക്കാരിനെതിരെ കോൺഗ്രസ് നേതാവ് പവൻ ഖേര രംഗത്തേക്ക് വന്നു. ലോകത്ത് വേതനം കുറവുള്ള 10 രാജ്യങ്ങളുടെ പട്ടികയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇതിൽ ഇന്ത്യ ഏറെ പിറകിലാണ്. ഇന്ത്യയിൽ കുറഞ്ഞ പ്രതിമാസ വേതനം $45, അതായത് ഏകദേശം 3760 രൂപ. അതേസമയം നൈജീരിയയിൽ 6351 രൂപ, പാകിസ്ഥാനിലാവട്ടെ 9526 രൂപ. ഇന്ത്യയിലെ വേതനം പാകിസ്ഥാൻ, നൈജീരിയ എന്നീ രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും ഇത് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളെ വളരെ താഴ്ന്ന ജീവിത നിലവാരത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. GDP വളർച്ചയുടെ പേര് പറഞ്ഞ് ഇന്ത്യയെ 3ാമത്തെ വലിയ സാമ്പത്തിക വ്യവസ്ഥയാക്കുമെന്ന സ്വപ്നമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിൽക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. തുഗ്ലക് പരിഷ്കാരമായ നോട്ട് നിരോധനം, തിടുക്കപ്പെട്ട് നടപ്പിലാക്കിയ GST, ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതിയുടെ വർധനവ് എന്നിവയിലൂടെ മോദി സർക്കാർ രാജ്യത്ത് തൊഴിൽ ഇല്ലായ്മ പ്രതിസന്ധി രൂക്ഷമാക്കിയെടുത്തു. 10 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജോലിയാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഇത് നമ്മുടെ വിദ്യാസമ്പന്നരായ യുവജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഇന്ത്യയിലെ തൊഴിൽ ശക്തിയുടെ 21% പേർക്ക് മാത്രമാണ് ശമ്പളമുള്ള ജോലിയുള്ളത്. ഇന്ത്യയിലെ പകുതിയോളം സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 7 വർഷത്തിനിടെ അനൗപചാരിക മേഖലയിൽ തൊഴിൽ നഷ്ടമായിട്ടുള്ളവരുടെ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസായിരുന്നു ഇത് സംബന്ധിച്ച വാർഷിക റിപ്പോർട്ട് പുറത്തുവിട്ടത്. അനൗപചാരിക മേഖലകളായ ചെറുകിട ബിസിനസ്സുകൾ, മറ്റു കച്ചവടങ്ങൾ, വാണിജ്യങ്ങൾ എന്നിവയിലാണ് തൊഴിൽ നഷ്ടമുണ്ടായിരിക്കുന്നത്. യുവാക്കളെ തൊഴിൽ ഇല്ലാത്തവരാക്കി നിർത്തുക എന്ന ഏക ദൗത്യമായിരുന്നു മോദി സർക്കാരിനുള്ളത്. ഏറ്റവും പുതിയ സിറ്റി ഗ്രൂപ്പ് റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന് പ്രതിവർഷം 12 ദശലക്ഷം തൊഴിൽ അവസരങ്ങൾ ആവശ്യമാണ്. 7% GDP വളർച്ച പോലും യുവാക്കൾക്ക് മതിയായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല. മോദി സർക്കാരിന് കീഴിൽ രാജ്യം നേടിയത് ശരാശരി 5.8% GDP വളർച്ച മാത്രമാണ്. അതായത് പൊള്ളയായ കണക്കുകൾ നിരത്തി മോദി പഠിപ്പിക്കുന്നതും പറയുന്നതും നോക്കിയിരുന്നാൽ ആർക്കും ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല. തൊഴിലും കൂലിയുമില്ലാത്ത ഒരു അതിദാരിദ്ര്യ കാലം നമ്മൾക്ക് വിദൂരമല്ല എന്ന് ഓർത്തുവെക്കുക.